വളരെ കൗതുകമുള്ള ഒരു വാർത്ത. ഈ വാർത്ത ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരാളുടെ പേര് നരേന്ദ്രമോദി എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി, മറ്റൊരാളുടെ പേര് സനായി തകൈച്ചി എന്നാണ്, ജപ്പാൻ്റെ പ്രധാനമന്ത്രിയാണ്. അവരൊരു ലേഡിയാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും ഇവരുടെ ഒരു കാര്യത്തിൽ ഇവർ തമ്മിൽ വലിയ സമാനതകളുണ്ട്. ഇവർ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന ആൾക്കാരാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് ശരിയായ പ്രയോഗം. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന ഈ രണ്ടാളുകൾ, അപ്പോൾ നമ്മൾ ആലോചിക്കും നേരത്തെ ഉണരുക മാത്രമാണോ? അല്ല, ഇവർ ഏറ്റവും കുറച്ച് ഉറങ്ങുന്നവരാണ് എന്നാണ്, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ്. ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഇവരുടെ ഒരു ജീവിതം, ഇവരുടെ ഒരു ശൈലിയൊക്കെ കണ്ടാൽ. ഒരാൾ തകൈച്ചി പറയുന്നത് 2 മണിക്കൂർ മാത്രം ഉറങ്ങി രാജ്യത്തെ നയിക്കുന്ന ജപ്പാനിലെ പ്രധാനമന്ത്രി. നമ്മുടെ പ്രധാനമന്ത്രി ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ, അതിഗംഭീരമായിട്ട് ഉറങ്ങാറേയില്ല, അത്യാവശ്യ സമയങ്ങൾ മാത്രം ഉറങ്ങാറുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാനിത് ഡൽഹിയിൽ വെച്ച് ഒരിക്കൽ, ഇത് ഡയറക്റ്റ് ആയില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ഞാൻ അനുഭവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ വേഗത, അത് നമുക്ക് വഴിയെ സംസാരിക്കാം. മാഷ് ഈ 2 ജീവിതങ്ങളെയും, ഈ അസാമാന്യമായിട്ടുള്ള 2 ജീവിതങ്ങളെയും എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അല്ല, 2 കാര്യങ്ങൾ. ഒന്ന്, 2 പേരും പവർഫുള്ളാണ്. 2 പേരും അവരുടെ 2 പേരുടെയും ഒരു പൊതു ചരിത്രം എടുക്കുമ്പോൾ 2 പേരും സെൽഫ് മെയ്ഡാണ്. 2 പേരും ഒന്ന് അപ്രധാന രാജ്യമായിരുന്ന ഇന്ത്യയെ ലോകോത്തര രാജ്യമാക്കി വളർത്തിയ ഒരാളാണ്. മറ്റൊരാൾ സമ്പൂർണ്ണമായി തകർന്നു പോയിരുന്ന ജപ്പാനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവർ മാത്രമെന്ന് പറഞ്ഞുകൂടാ, കഴിഞ്ഞ കുറെ കാലമായി വന്ന ഒരവസ്ഥ. മൂന്നാമത്തെ കാര്യം, 2 പേരും നിർണായകമായ തീരുമാനങ്ങൾ, സാധാരണഗതിയിൽ ഒരു ഭരണാധികാരി എടുക്കാൻ മടിക്കുന്ന വളരെ സങ്കീർണമായ ദശാസന്ധികളിൽ നിർണായകമായ തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. വളരെ ഷാർപ്പായ നിലപാടുകൾ എടുക്കേണ്ടി വരും. അത് രാജ്യത്തിനകത്തായാലും പുറത്തായാലും നരേന്ദ്രമോദി എടുക്കുന്നു. പലരും അത് സാധിക്കുമോ എന്ന് മറ്റൊരാളായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പല നിലപാടുകളും ഷാർപ്പായിട്ട് എടുക്കുന്നു. അത് ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. ജപ്പാനിലും അതാണ്. നമുക്കിപ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് നമുക്കറിയാം, ഒരുവിധ കാര്യങ്ങൾ അറിയാം. തകൈച്ചയെ കുറിച്ചാണ് നമുക്ക് കാര്യമായി അറിയാത്തത്. അപ്പോൾ അവർ വിവിധ മേഖലകളിൽ ജോലി ചെയ്ത ആളാണ്. ആഭ്യന്തരവും രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട മേഖലകൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. യാഥാസ്ഥിക നിലപാടെന്ന് പറയുന്നത് തായ്വാൻ, ചൈന തുടങ്ങിയ വിദേശ നയങ്ങൾ രൂപീകരിക്കേണ്ട വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുള്ള ആളാണ് അവർ. അതെ, വല്ല വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നു, അത് ഷാർപ്പായിട്ട് പ്രഖ്യാപിക്കുന്നു, അത് നടപ്പാക്കും എന്ന ഒരു ദൃഢനിശ്ചയമുണ്ട്. വളരെ വ്യത്യസ്തമായ നിലപാടാണ്. ഹാർഡ്ലൈൻ കൺസർവേറ്റീവ് നിലപാടാണ്. കൺസർവേറ്റീവാണ് നിലപാട് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ കൺസർവേറ്റീവ് എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? യുദ്ധം പാടില്ല എന്നതാണല്ലോ പുരോഗമന നിലപാട് എന്ന് പറയുക. പക്ഷെ യുദ്ധം വേണ്ട നേരത്തെ യുദ്ധം പ്രഖ്യാപിക്കാൻ വേണമല്ലോ ഒരു കരുത്ത്. അതിനെയാണ് ഇവർ കൺസർവേറ്റീവ് എന്ന് വിളിക്കുന്നത്. എനിക്ക് അതിനോട് അത്ര യോജിപ്പ് തോന്നിയില്ല. അപ്പോൾ അത്തരത്തിൽ പല സാമ്യങ്ങളുണ്ട് ഇവർ തമ്മിൽ. പിന്നെ താഴെ നിലയിൽ നിന്ന് ഇപ്പോൾ ഒരാലോചിച്ച് നോക്കൂ, ഒരു ചായ വിറ്റ് നടന്ന ഒരാൾ, ഒരു ഗോഡ് ഫാദർ ഇല്ലല്ലോ അദ്ദേഹത്തിന്, ഒരു മെന്റർ ഇല്ല മോഡിക്ക്, അങ്ങനെ ഒരു ഉയർച്ചയുണ്ട്. പിന്നെ ഈ മീഡിയ, ഇവർ 2 പേരിൽ തമ്മിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട സാമ്യം എന്താണെന്നറിയോ? മീഡിയയെ, ലോകത്തിലെ ഏത് ഭരണാധികാരിയും മീഡിയയെ പേടിക്കും. മീഡിയയുടെ സഹായമില്ലെങ്കിൽ, കാരണം ഒരു ഭരണാധികാരിയുടെ ഇമേജിനെ ഇല്ലാതാക്കാനും ഇമേജ് നന്നാക്കാനും ഒക്കെ മീഡിയ വിചാരിച്ചാൽ പറ്റും. പക്ഷെ നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ ഓർമ്മയുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ അല്ല, നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ മീഡിയയെ നന്നായി പരിഗണിക്കുമായിരുന്നു. പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രി ആകുന്നത് വരെ, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് അവിടെ വലിയ കലാപത്തിന്റെ, ഈ കലാപകാലത്ത് മുഴുവൻ മീഡിയയും അദ്ദേഹത്തിനെതിരായി. ഗുജറാത്ത് കലാപം നടന്നതോടുകൂടി ഇദ്ദേഹം വലിയ കൊലയാളിയും അക്രമിയും. ഏതൊരു ഭരണകൂടത്തിനും ഭരണാധികാരി ആയിരിക്കുമ്പോൾ ആ നാട്ടിൽ കലാപം ഉണ്ടായാൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ അദ്ദേഹത്തിന്റെ സമുദായക്കാരോ ആ കലാപത്തിൽ ഒരു ഭാഗത്ത് അണിനിരന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിസ്സഹായനാക്കുന്ന കുറെ ഘടകങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കെതിരെ കേസെടുക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാവും. അന്ന് മുതൽ നരേന്ദ്രമോദി തീരുമാനിച്ചത് എന്താണെന്നറിയോ? ഇവരെൻ്റെ ശത്രുവാണ്, ഇനി മുതൽ എനിക്ക് ഇവരുടെ സഹായം ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. അതൊരു തീരുമാനമാണല്ലോ. മീഡിയയുടെ പിന്തുണ ആവശ്യമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മീഡിയയുടെ ഒരു തരിമ്പ് പിന്തുണ പോലും ഇല്ലാതെയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി. വലിയ സംഭവം. അങ്ങനെ ഒരാളാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ എടുത്തു നോക്കൂ, ഈ തകൈച്ചിയുടെ നിലപാടെടുത്ത് നോക്കൂ.
ഈ ഇനിയൊരു വേൾഡ് വാർ ഇനിയൊരു വേൾഡ് വാർ വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? പുരോഗമനവാദികൾ എല്ലാവരും അയ്യോ യുദ്ധം ഇനി വേണ്ട. പക്ഷേ തായ്വാന്റെ പേരിൽ യുദ്ധം വേണ്ടി വന്നാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറയാൻ ഒരാൾ വേണമല്ലോ. അതിനാണ് വിൽ പവർ എന്ന് പറയുക. അതാണ് ലീഡർഷിപ്പ്. അങ്ങനെ വളരെ അതുകൊണ്ടാണ് അവർ യാഥാസ്ഥികവാദിയാണ്, അവർ വലതുപക്ഷക്കാരിയാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അത് കൃത്യമാണ്. പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും പ്രധാനം. ദിനചര്യ വലിയ സാമ്യമുണ്ട് എന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം ഇവരുടെ ഈ ഏർലി അവേഴ്സിൽ ഉണർന്നിരിക്കുക, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുക മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ എഴുന്നേൽപ്പിക്കുക. ഇപ്പൊ തകൈച്ചി മീറ്റിംഗ് വിളിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് ഒക്കെ വിളിക്കുക പുലർച്ചെ 3 മണിക്കാണ്. തലേന്ന് അറിയിപ്പ് കൊടുക്കും രാവിലെ 3 മണി, പുലർച്ചെ 3 മണിക്ക് മീറ്റിംഗ്. എവിടെ? പ്രധാനമന്ത്രിയുടെ വസതിയിൽ മീറ്റിംഗ് എത്തിക്കൊള്ളണം. രാജ്യത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പെട്ടുപോയില്ലേ? അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തെ റീക്രിയേറ്റ് ചെയ്യും. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഡൽഹിയിൽ വെച്ചൊരു അനുഭവം ഉണ്ടായി, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ ഒരു വലിയ സുഹൃത്തുണ്ട്, പാർട്ടിയുടെ BJPയുടെ ഒരു പ്രത്യേക സെല്ലിൽ വർക്ക് ചെയ്യുന്ന തമിഴ്നാട്ടുകാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമായിട്ട് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. രാത്രി ഒരു 12 മണി 11:30-12 മണിയായിട്ടുണ്ടാവും. ഡൽഹിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ മനസ്സിലായില്ല, അദ്ദേഹം എടുത്തില്ല. അതിന് 12:30 മണിയായപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇതൊന്ന് ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ നമ്പർ ഒന്ന് സെർച്ച് ചെയ്തു. ട്രൂ കോളറിൽ ഇട്ടിട്ട് അദ്ദേഹം സെർച്ച് ചെയ്തു. അതിന് വേറെ എന്തോ ആപ്പിൽ നോക്കി. അപ്പം ഉടനെ നോക്കുമ്പോൾ PM ഓഫീസാണ്. രാത്രി ഇത് വിളിക്കുമ്പോഴേക്കും 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം കംപ്ലീറ്റ് എല്ലാ ഇതും പോയി, എല്ലാ റിലേയും പോയി അദ്ദേഹത്തിൻ്റെ. അപ്പോൾ PM ഓഫീസിൽ നിന്ന് രാത്രി 1:30 മണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് മോഡിജി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, എന്തോ വിവരം അറിയിക്കാനാണ്. അദ്ദേഹം എന്നെ വഴിയിലിറക്കി വേറെ കാറിൽ യാത്ര ചെയ്യാൻ പോയിട്ട് ആ കാറിൽ തന്നെ അടുത്ത വണ്ടി വിളിക്കാൻ പോലും സമയം നിന്നില്ല. ഞാൻ വേറെ വണ്ടിക്ക് പോന്നു. ആ വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളിയായിട്ടുള്ള ഗുജറാത്തിലുണ്ടായിരുന്ന സെക്രട്ടറി ഉണ്ട്, AISകാരനായിട്ടുള്ള കോഴിക്കോട്ടുകാരനായിട്ടുള്ള ആളുണ്ട്, കൈലാസനാഥ്. അപ്പോൾ അദ്ദേഹം കാത്തു നിൽക്കുകയാണ് മോഡിജി കാണാൻ വേണ്ടി. പിറ്റേ ദിവസം അദ്ദേഹം പറയുകയാണ് വേറൊരു കാര്യത്തിനാണ് വിളിച്ചത്. അപ്പോൾ ആ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ അദ്ദേഹം ഉണർന്നിരുന്നിട്ട്, അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് എത്ര സമയം അദ്ദേഹം ഉറങ്ങുന്നുണ്ട്. അത് പറഞ്ഞു ഫ്യൂ അവേഴ്സ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ദിനചര്യ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം പിറ്റേ ദിവസം അദ്ദേഹം വന്നപ്പോൾ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ ഇതൊരു വലിയ സംഗതിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അത്ഭുതപ്പെടുത്തുന്ന രീതിയാണ്. രണ്ടുപേർക്ക് ഈ സമാനതകളുണ്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തിലുണ്ട്. നമ്മൾ സുബഹ് എന്ന് പറഞ്ഞിട്ടുള്ള സുബഹ് നിസ്കാരം ആ സമയം തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടത്. ഒരുപാട് ജീനിയസുകളുടെ ജീവിതത്തിൽ, പ്രധാനപ്പെട്ട ഭൂമിയിലെ വലിയ പ്രതിഭകളുടെയൊക്കെ ജീവിതത്തിൽ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പങ്കാണ്. ബ്രഹ്മമുഹൂർത്തമാണ് അത്ര മനുഷ്യനെ ഏറ്റവും ക്രിയേറ്റീവ് ആക്കുന്നത്. ഈ ബ്രാഹ്മണന്മാര് വിവാഹം ചെയ്താൽ അവര് ആദ്യമായി പരസ്പരം പ്രാപിക്കാൻ ബ്രഹ്മമുഹൂർത്തം അതുവരെ ഉണർന്നിരിക്കുന്നൊക്കെ പറയാറുണ്ട്. ഇത് ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട പാഠം, ഒരു തെറ്റായ പാഠം കൂടിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പഴയ വിഖ്യാതമായ പ്രയോഗം ഉണ്ടല്ലോ, 8 മണിക്കൂർ അധ്വാനിക്കും, 8 മണിക്കൂർ വിശ്രമിക്കും, പിന്നെ 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ്. മിനിമം 8 മണിക്കൂർ ഉറങ്ങിയാലേ മനുഷ്യൻ, അതൊരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന് അത് ബാധകമായിരിക്കാം, സാധാരണ ആരോഗ്യ സങ്കല്പങ്ങൾക്കും അത് ബാധകമാണ്. പക്ഷേ പലപ്പോഴും ഭൂമിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യരൊക്കെ ഒന്നുകിൽ ഒട്ടും ഉറങ്ങാത്തവരോ അല്ലെങ്കിൽ നന്നേ കുറച്ച് ഉറങ്ങിയിട്ടുള്ളവരോ ആണ്. ഇപ്പൊ ഞാൻ സൂഫികളുടെയും സന്യാസിമാരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഉറങ്ങുന്നത് ഞാൻ പല ലൈഫും നോക്കിയിട്ടുണ്ട്. പല ലൈഫ് സ്കെച്ചിലും അവർ ഉറങ്ങുന്ന ആരും കണ്ടിട്ടില്ല. പാതിരാത്രിയിൽ ഇങ്ങനെ അനന്തമായി സഞ്ചരിക്കുകയും അങ്ങനെയുണ്ട്, ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുകയും, പകലാകുമ്പോൾ എല്ലാവരും ഉണരുമ്പോൾ അവരെയൊക്കെ ആശീർവദിക്കാൻ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പോൾ ഉറക്കം എന്നത് അനിവാര്യമായ ഒന്നാണോ? അതിനവർ പറയുന്ന കാര്യം, ഉറങ്ങിയില്ലെങ്കിൽ, നമ്മൾ പറയുന്ന സാധാരണ മെഷീനറി ആവശ്യത്തിന് 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ആയുസ് കുറഞ്ഞു പോകുന്ന. അപ്പം 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ ഒരുപാട് ആയുസ് കൊണ്ട് എന്താണ് ഭൂമിയിൽ ഉപകാരം? ഗന്ധർവ ജന്മങ്ങളൊന്നും ഒരു 40-നപ്പുറം പോയിട്ടില്ല. ഇപ്പൊ ഈ മഹാസന്യാസിമാർ, ഇപ്പൊ ആദിശങ്കരന് 29 വയസ്സ്. ഇപ്പോ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള യേശുദേവൻ ഏതാണ്ട് 30-32 എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്തു പോയ മനുഷ്യരൊന്നും ഒരുപാട് കാലം ജീവിച്ചവരല്ല. അപ്പോൾ ഒരുപാട് കാലം ഇങ്ങനെ ഭൂമിക്ക് ഭാരമായി ജീവിച്ചിരിക്കാനാണ് നമ്മൾ ഈ ഉറങ്ങിക്കൂടി അത്രയും സമയം നമ്മൾ ഉറങ്ങി തീർക്കുകയാണ്, അത്രയും ആയുസ് കൂട്ടുന്നത്. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തകൈച്ചിയുടെ ജീവിതമായാലും മോദിയുടെ ജീവിതമൊക്കെ ആയാലും ഉറങ്ങേണ്ടതുണ്ടോ മനുഷ്യന്? ഉറങ്ങാതെയും പണിയെടുത്തൂടെ? എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് കേരളത്തിൽ ഒരു ഈ വിഷയത്തിൽ പണ്ഡിതനായിട്ടുള്ള ഒരാളെ പോലെ എനിക്ക്
ഈ കാര്യത്തിൽ സംസാരിക്കാൻ പറ്റും. അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന സാറിന്റെ ഒരു ക്ലബ്ബ് ഇല്ലേ 4 AM ക്ലബ്ബ്, അത് വിഖ്യാതമായ ഒരു ഇന്റർനാഷണൽ ക്ലബ്ബാണല്ലോ. ഞാൻ 26 രാജ്യങ്ങളിൽ 4 മണിക്ക് ഉണരുന്നതാണ് അതിന്റെ എല്ലാവരും 4 മണിക്ക്. ഡിജിറ്റൽ ക്ലബ്ബ് കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും പരസ്പരം ഉണരാൻ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ കൂട്ടായ്മയായിരുന്നു. അത് വളർന്ന് 26 രാജ്യങ്ങളിൽ 16,000 മെമ്പർമാരായിട്ട് അതിപ്പോൾ സ്റ്റിൽ ഉണ്ട്. 26 രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം മന്ദിവഹിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ ജനുവരി മുതൽ അത് വീണ്ടും ആക്റ്റീവ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും ഞാൻ കണ്ടത് നമുക്ക് ഇത്തരം ഇവർക്കൊക്കെ ഉണ്ട്. ഇപ്പം മോഡിജിക്കാണെങ്കിലും സനായ തകൈച്ചിക്കാണെങ്കിലും ഒക്കെ ഇതുകൊണ്ട് ഇങ്ങനെ ഉണരുന്നവർക്കൊക്കെ ഉള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 7 മണിക്ക് ഉണരുന്ന ഒരാളും 4 മണിക്ക് ഉണരുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കും. 3 മണിക്കൂർ അധികം. ഒരു മാസം 90 മണിക്കൂറാണ് നമുക്ക് അധികം കിട്ടുന്നത്. 90 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വർഷം എത്ര മാസം. ഒരു വർഷം ശരിക്കും ഒരു മാസം അധികമാണ്. ഞങ്ങളുടെ കലണ്ടറിൽ 12 മാസമല്ല 13 മാസമാണ്. 20 വർഷം ജീവിച്ചിരിക്കുന്ന 10 വർഷം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഒരു വർഷം അഡീഷണലാണ്. ഒരു വർഷം 2 മാസം കൂടി കുറവുള്ളൂ. ഒരു വർഷം അഡീഷണലായിട്ട് 10 വർഷം ജീവിക്കുമ്പോൾ അധികമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ 4 മണിക്ക് ഉണർന്നാൽ 7 മണിക്കുള്ളിൽ എൻ്റെ എല്ലാ വർക്കുകളും ബേസിക് വർക്കുകളൊക്കെ തീർത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ABC വരുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു ഏരിയ കഴിഞ്ഞിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലയ്ക്കത് വർക്കഹോളിക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം അമിതമായിട്ടുള്ള ഇപ്പം കരോഷി എന്ന് പറഞ്ഞ ഭീഷണിയുണ്ട് ജപ്പാനിൽ, അമിത ജോലിയിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയ്ക്ക്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ആ പ്രതിഭാസത്തിന് പരിഹാരമായിട്ട് അവർ നിർദ്ദേശിച്ചു. എലൻ മസ്കിനെ പോലുള്ളവർ പറയുന്നത് ജോലി സമയം കൂട്ടണം, കൂടുതൽ ജോലി ചെയ്യുന്നത് തന്നെയാണ് പ്രൊഡക്ടിവിറ്റിയുടെ മാനദണ്ഡം എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വിപത്താണ് ഈ അസുഖം. എന്താണ് കരോഷി അല്ലെ? കരോഷി KAROSH. കരോഷി എന്ന് പറയുന്നത് അമിതാധ്വാനം കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അമിതമായി അധ്വാനിക്കുമ്പോൾ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ അധ്വാനിക്കുന്നത് ഇപ്പോൾ സാറിപ്പോൾ 4 AM ക്ലബ്ബ് എന്ന് പറയും പോലെ സ്വയം എണീറ്റ് സ്വയം അവനവൻ്റെ പൂർണ്ണമായ മനസ്സ് കൊടുത്ത് നമ്മൾ തന്നെ തീരുമാനിച്ച് നമ്മൾ തന്നെ ഉണർന്നിരുന്ന് നമ്മൾ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ ഇൻവോൾവ്മെന്റോട് കൂടിയാണ്. മറ്റേത് കരോഷി വരുന്ന എപ്പോഴാണ്? കരോഷി വരുന്ന മറ്റാർക്കോ വേണ്ടി ജോലി, അതായത് ഒരു നിർബന്ധത്തിന്റെ പുറത്ത്. അതാണ് നിർബന്ധമല്ലാതെ ഒരു വളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ അസുഖം വരാൻ സാധ്യത. പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ ക്രിയേറ്റീവായി ജീവിക്കുന്ന ഒരാൾക്ക് അത് വ്യക്തിയായാലും സ്ഥാപനമായാലും കുടുംബമായാലും രാജ്യമായാലും അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. ശരി, ഉണർന്നിരുന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. എക്സാമ്പിളാണ് എന്തായാലും ഈ രണ്ട് മാതൃകാ ജീവിതങ്ങൾ. അതെ, 2 മാതൃകയാണ്. നമുക്ക് അതിനോട് യോജിപ്പുണ്ടായാലും ഇല്ലെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള 2 മാതൃകയാണ്. വിജയിച്ചു കഴിഞ്ഞ മാതൃകയാണ് 2 എണ്ണം. നമുക്ക് പകർത്താവുന്നതാണ്. മോദിയായാലും തകൈച്ചിയായാലും. ഓക്കെ, അതായത് ആ മാതൃക ലോകം കാണട്ടെ, ശ്രദ്ധിക്കട്ടെ. ഈ ആധുനിക ശാസ്ത്രം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച തെറ്റായ ശീലങ്ങളാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടല്ലോ. അവരങ്ങനെ ജീവിച്ചതിന് റിസൾട്ട് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.